എല്ലാവർക്കും നമസ്കാരം. വളരെ ഏറെ സന്തോഷമുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ഒരു സൈക്കോളജിസ്റ്റ് ആണോ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ചില കാര്യങ്ങൾ അങ്ങനെ പറയാനുള്ള ഒരു 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 പ്രകൃതം എനിക്കുണ്ടായിരുന്നു. ഞാനിപ്പോഴും ഡെയിലി എന്ന് പറയുന്ന പോലെ ഒരു ദിവസം ഒരു കുട്ടിയെങ്കിലും എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് വരും. എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് വരും, ഞാൻ സംസാരിക്കും, ഒരുവിധ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടെ പലരും പറഞ്ഞ പോലെ ജീവിതത്തിൽ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കണം, നിരന്തരമായി ഒരു സ്റ്റുഡൻ്റ് ആകണം, എപ്പോഴും സ്റ്റുഡൻ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കോഴിക്കോട് നിന്ന് ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങൾ ഒന്നിച്ചാണ് വണ്ടിയിൽ ഞാനും എൻ്റെ ഫ്രണ്ടും ശൈലമ്മയോടൊക്കെ അങ്ങനെ വന്നത്. ആദ്യമായിട്ടാണ് കാറിൽ കയറി. അങ്ങനെ ആ യാത്രക്കിടയിലാണ് ഇങ്ങനെ ഒരു കോഴ്സിനെ സംബന്ധിച്ച് പറഞ്ഞ് നമ്മുടെ ഫോട്ടോഗ്രാഫറും ഒക്കെ ഞങ്ങൾ അങ്ങനെയാണ് പരിചയപ്പെട്ടത്. അങ്ങനെ ഇപ്പോൾ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ സാറ് ഓരോ ദിവസം ക്ലാസ് നമുക്ക് അയച്ചു തരുമ്പോഴും അന്ന് തന്നെ പോയിട്ട് ആ PDF ഞാൻ പ്രിൻ്റ് എടുക്കും. മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അതൊരു അസറ്റാണ്. ഞാനത് ഫയലിൽ പ്രത്യേകം മാറ്റി വെച്ചാൽ എല്ലാ PDF-ഉം അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഞാൻ സെപ്പറേറ്റ് കോപ്പി എടുത്ത്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത് ആവശ്യം വരും നല്ല ഉറപ്പുണ്ടായിരുന്നു. ഓരോന്നും ഞാൻ സൂക്ഷ്മമായി വായിച്ച് നോക്കിയപ്പോൾ ഞാൻ തുടക്കത്തിൽ ഗ്രൂപ്പിലൊക്കെ വളരെ സജീവമായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് സുഖമില്ലാതായി, എനിക്ക് പിന്നെ അസുഖമൊക്കെ മാറി വന്നപ്പോൾ എൻ്റെ മൊബൈലിന് സുഖമില്ലാതായി. അത് കാരണം ചെറിയൊരു ഗ്യാപ്പ് വന്നു. പക്ഷെ ഞാൻ പിന്നെ അത് എല്ലാം എടുത്തു, സമയം കണ്ടെത്തി കുത്തിയിരുന്ന് എല്ലാ ക്ലാസ്സും ഞാൻ കേട്ടു. അപ്പോൾ എനിക്കത് ഉപകാരപ്പെടും, ഭാവിയിൽ ഉപകാരപ്പെടുന്നതാണെന്നുള്ള നിലയ്ക്ക് ഞാനത് പ്രത്യേകം സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ സാറിനോട് എനിക്ക് ഇവിടെ ഒരു അന്വേഷിക്കാനുള്ളത്, ഇവിടെ പറഞ്ഞു ഡിപ്ലോമ കോഴ്സ് എനിക്ക് പറഞ്ഞ പോലെ ഈ കൗൺസിലിംഗ് ഒരു ക്ലിനിക്കിട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് സാർ പറഞ്ഞു തരികയാണെങ്കിൽ അത് ഉപകാരപ്പെടും. കാരണം ഇത് ആഗ്രഹിക്കുന്ന ഒരാൾ വേറെ ചില നേരത്തെ പറഞ്ഞ പോലെ ഈ അക്യുപഞ്ചറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ച് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ. അപ്പോൾ കുറേ പേഷ്യൻസ് നമ്മളടുത്ത് നിരന്തരമായി വരുന്നുണ്ട്, കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചിലത് സൈക്കോളജി കൊണ്ടേ നമുക്കത് മാറ്റി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ എല്ലാവരും കൂടി സംസാരിച്ച് വരുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, വിളിക്കണമെങ്കിൽ എന്ത് പറയണമെന്നല്ലേ, എവിടെ നിന്ന് തുടങ്ങണം. പിന്നെ എന്നെ വല്ലാതെ എന്താ പറയുക ആകർഷിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, നേരത്തെ ഇവിടെ ഏതൊരു മാഡം പറഞ്ഞു സാറിൻ്റെ ഫാമിലി, ഷാജിദ മാമിൻ്റെ ഫാമിലി, അത് നമ്മളൊരു പ്രത്യേകം ക്ലാപ്പ് ചെയ്യേണ്ട ഒരു സംഗതി തന്നെ ഉണ്ടാ. അത് എന്താ രക്ഷിതാക്കളുടെ ഒരു പൊരുത്തമുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ഒരു യൂട്യൂബറുടെ ഒരു വോയിസ് ഞാൻ കേട്ടു. അദ്ദേഹത്തിൻ്റെ നമുക്ക് എല്ലാം അറിയായിരിക്കും ചിലപ്പോൾ. നമ്മുടെ കേരളത്തിൽ വളരെ പോപ്പുലറായിട്ടുള്ള അൻഫാൽ, നമ്മുടെ കാറിൻ്റെ ബിസിനസ് ചെയ്യുന്ന അൻഫാലിൻ്റെ അവിടെ ഉമ്മയുടെ ചിത്രമൊക്കെ വരച്ച് പിന്നെ അവിടെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് ഉമ്മയിലൂടെയാണ്, ഇനി നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് നമ്മുടെ ഉമ്മയിലൂടെയാണ്. അപ്പോൾ അത് ഇത്ര ഉയർന്നപ്പോഴും ആ രക്ഷിതാക്കളെ മറക്കാതെ ഉള്ളൊരു സംഗതി തന്നെ വല്ലാതെ എനിക്ക് സംശയം തോന്നിയത്. സാറിൻ്റെ ഏകദേശം ഏജൊക്കെ ഞാനിങ്ങനെ കണക്കൂട്ടിയിരുന്നു, 30-33 കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫുഡ് ഇപ്പോൾ എത്ര പെട്ടെന്ന് കിട്ടുമോ എന്നുള്ള ഒരു എന്താണ് അതിൻ്റെ ഒരു കാരണം. സാറ് കാരണം കഴിച്ചിട്ടുമില്ല, കുട്ടികളും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഇപ്പോഴും അതിലൂടെ ഫാമിലിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു അത്രയും വലിയ എന്താ പറയുക വലിയൊരു പരിപാടിയിൽ നമുക്കും സംബന്ധിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ നിരന്തരമായി സംസാരിക്കുന്ന ഒരാളാണ്, ഒരുപാട് അവസരങ്ങൾ സംസാരിക്കാൻ കിട്ടുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ സംസാരം നീണ്ടുപോകും, അത് അനുചിതമാകും എന്നുകൂടി മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.